ന്യൂസ് ടെൻസിലേക്ക് വിശദമായി. റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയേക്കും. സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷമാകും പുതിയ പതിപ്പിന്റെ പ്രദർശനം. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റി ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗവും NIA ലോഗോയും ഒഴിവാക്കി. വിവാദങ്ങൾക്കിടെ ചിത്രം 200 കോടി കളക്ഷൻ പിന്നിട്ടിട്ടുണ്ട്. അതേസമയം എമ്പുരാൻ വിവാദം ഇന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം രാജ്യത്ത് വർദ്ധിക്കുന്നു. മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരായ സംഘടിതമായ ആക്രമണം, ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനം തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യസഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് A. റഹീം MP നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത്. ലോക്സഭയിൽ ഹൈബി ഈഡനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ കുനാൽ കർമ്മയ്ക്കെതിരായ ശിവസേന ആക്രമണവും സമാനമാണ് എന്ന് നോട്ടീസിൽ പറയുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശും ഒപ്പം ആജ്ഞ രവീന്ദ്രനും ആണ് ചേരുന്നത്. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, ഈ വെട്ടിത്തിരുത്തിയ അല്ലെങ്കിൽ റീസെൻസറിങ്ങിന് ശേഷമുള്ള പതിപ്പ് എപ്പോൾ തിയേറ്ററുകളിലേക്ക് എത്തും എന്നതിൽ ഇപ്പോഴും വ്യക്തതയുണ്ടോ? നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തുന്നു, എഡിറ്റഡ് വേർഷൻ എന്ന നിലയിലായിരുന്നു പ്രതികരണങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ സിനിമ അണിയറ പ്രവർത്തകരുടെ കൃത്യമായ ഇൻപുട്ടുകൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തുമെന്നാണ് സിനിമ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും എമ്പുരാൻ എഡിറ്റഡ് വേർഷൻ കാണാനും, അതായത് മുൻപ് സിനിമ കണ്ടവരും അതിന് മാറ്റം എന്താണ് എന്നുള്ള കാര്യം അറിയാനും വലിയ തിരക്കുണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഷേണായ്സ് തിയേറ്ററിലാണ്. ഇവിടെ രാവിലെ 8:30 ഷോ തുടങ്ങുന്നത്. 5 തിയേറ്ററാണ് ഇവിടെ ഉള്ളത്. ഈ 5 തിയേറ്ററുകളിലും എമ്പുരാൻ തന്നെയാണ് പ്രദർശിപ്പിച്ചത്. അടുത്ത ഷോ 10:15 തുടങ്ങുന്നത്. നമ്മളോടൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ N. വേണുഗോപാലും അദ്ദേഹത്തിൻ്റെ ശശികല മേനോനും ലിറിസിസ്റ്റ് ശശികല മേനോനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും അവർ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ 10:15 ഷോയ്ക്കാണ് അവർ കയറുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ ഫ്രീ ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അവരിലേക്ക് പോവുകയാണ്. സാർ, ഈ എന്താണ് ഇപ്പം എമ്പുരാൻ്റെ വിവാദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എഡിറ്റഡ് വേർഷൻ ആകുന്നതിന് മുൻപേ കാണാമെന്നുള്ള തീരുമാനത്തിലാണ് എത്തിയത്. അത് പൂർണ്ണമായിട്ട് കാണണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് ഇന്ന് തന്നെ വന്നിരിക്കുന്നത്. കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ആരും നെറ്റി ഒളിച്ചിട്ട് കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെക്കുറിച്ചും രാഷ്ട്രീയ പ്രവൃത്തിയെക്കുറിച്ചും സിനിമയിലൂടെ വിമർശനങ്ങൾ നടക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഇതിനെ എടുക്കേണ്ടതുള്ളൂ. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇതിനകത്തുണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പൂർണ്ണമായി കാണണം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കാണുന്നതിനോട് താല്പര്യം വളരെ കുറവാണ് വാസ്തവത്തിൽ. അതാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു സിനിമയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് പറയുന്നുണ്ട്. CPM ഈ പ്രശ്നം ലോക്സഭയിൽ ഉന്നയിക്കുന്നുണ്ട്, ഹൈബി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരമൊരു പ്രശ്നം, അതൊരു ഒരു സംവിധായകൻ്റെ, ഒരു എഴുത്തുകാരൻ്റെ ഒക്കെ കൂട്ടായ്മയുടെ ഒരു റിസൾട്ടാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു നീക്കം, സംഘപരിവാർ നീക്കങ്ങൾ ഇത്തരത്തിൽ സിനിമകളെ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ല, വ്യാപകമായ തോതിൽ ഇത്തരം സിനിമകൾക്ക് നേരെ ഫിസിക്കൽ ഉപദ്രവം വരെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് വടക്കേ ഇന്ത്യയിൽ പലയിടത്തും. കേരളത്തിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ സംസാരിച്ചും വർത്തമാനം പറഞ്ഞും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ വേണ്ടിയിട്ട് ഇത് എല്ലാ കാലത്തും സ്വേച്ഛാധിപതികളായിട്ടുള്ള ഭരണകർത്താക്കളിൽ നിന്നും ഭരണകർത്താക്കളെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു തുടർക്കഥയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്നതായ BJPക്കാരും അവരെ അനുകൂലിക്കുന്ന മറ്റ് സംഘടനകളും ശക്തമായിട്ട് ഇതിനകത്ത് എന്തോ കുറ്റകരമായ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കേണ്ട, ഇത് അവർക്ക് കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു ഗുജറാത്ത് കലാപമാണെന്ന്. അതിൻ്റെ കാരണം അവർ തന്നെയാണ് ഇതിൻ്റെ എല്ലാവിധത്തിലുള്ള കുറ്റങ്ങൾക്കും കാരണമായതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നത്. അതൊരിക്കലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എതിർക്കുന്ന സംഭവം ശരിയല്ല. ഈ സിനിമ ഇങ്ങനെ തന്നെ പോകണമെന്നുള്ളതായിരുന്നു ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നത്. അതിനകത്ത് കട്ട് ചെയ്തത് പോലും ശരിയല്ല എന്ന് വ്യാഖ്യാനിക്കുന്നവരാണ് ഞങ്ങൾ. മാം എന്താണ് പറയുന്നത്? 5 ദിവസമായിട്ട് ഒരു സിനിമയുടെ ചർച്ച പൂർണ്ണമായിട്ട് നിലനിൽക്കുകയാണ് കേരളത്തിൽ. 5 ദിവസമായിട്ട് ഹൗസ്ഫുള്ളായിട്ട് സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിവാദങ്ങളുണ്ട്, അതിൻ്റെ മേലുള്ള ചർച്ചകളുണ്ട്. ഇപ്പോൾ എഡിറ്റഡ് വേർഷൻ വരുന്നുണ്ട്. ഒരു സിനിമാ പ്രവർത്തക എന്നുള്ള നിലയിൽ ഇത്തരം ഒരു കടന്നുകയറ്റം, ഈ എഡിറ്റഡ് വേർഷനിൽ കത്തിവെക്കുന്ന ഒരു നീക്കം, അത് അത്ര, അതായത് ഏത് വിഭാഗത്തെ പരിഗണിച്ചിട്ടായാലും അതത്ര അങ്ങോട്ട് അനുവദനീയമാണോ? അനുവദനീയമല്ല.
ഇത് കട്ട് ചെയ്യാത്ത ഭാഗം കാണണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ തിരഞ്ഞെടുത്ത് വന്നതിൻ്റെ കാരണം കുറച്ചൊക്കെ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്നൊരു സിനിമ എന്നതിലുപരി ഇത്ര ബഹളത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഇതൊക്കെ നടന്ന സംഭവങ്ങളാണല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. സിനിമയ്ക്ക് വേണ്ടി ഇത്തിരി പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരു വ്യത്യസ്തമായ സിനിമ കാണുന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അതിനകത്തൊരു വർഗീയവാദമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കേരള സ്റ്റോറി സിനിമ ഇറങ്ങിയപ്പോഴും ഇതുപോലെ വിവാദങ്ങളുണ്ടായിരുന്നു. ഇതല്ല കേരളത്തിൻ്റെ കഥ, ഇതല്ല കേരളത്തിലെ അതേപോലെ മതചിന്തകളോ ഒന്നും ഇങ്ങനെയല്ല എന്നുള്ള തരത്തിൽ സിനിമയ്ക്കെതിരെ സിനിമ പ്രദർശിപ്പിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതിരുന്ന സാഹചര്യം ഉണ്ടെന്ന് ഫെഫ്കയുടെ അംഗം കൂടിയായിട്ടുള്ള മാമിനെ അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേയും ഇതിനും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ വിമർശനം ആവശ്യമില്ലേ? ഈ ഒരു വിമർശനം എന്ന് വെച്ചാൽ ആരോഗ്യകരമായി നമുക്ക് വിമർശിക്കാം. ഒരു സിനിമ വന്നാൽ, കാരണം ജനങ്ങളാണല്ലോ സിനിമ വിജയിപ്പിക്കുന്നതും അല്ലാതാക്കുന്നതൊക്കെ അല്ലേ. ആരോഗ്യകരമായ വിമർശനം തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യാം. പക്ഷെ ഇത് വ്യക്തിഹത്യയിലേക്ക് പോകുന്നില്ലേ? കുടുംബത്തെ വലിച്ചഴിക്കുന്നു, ഭാര്യയെ വലിച്ചഴിക്കുന്നു, അമ്മയെ വലിച്ചഴിക്കുന്നു. അത്രയ്ക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സിനിമ കാണുന്നു, അതിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ നമുക്ക് വ്യക്തിപരമായിട്ട് അല്ലാതെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് ഓവറായിട്ട് പോകുന്നു എന്നൊരു ഫീലുണ്ട്. അതാണ് അഭിലാഷ്. ഈ ഇടപെടലുകൾ, ഈ കടന്നുകയറ്റങ്ങളൊക്കെ ഒരുപാട് ഓവറായി പോകുന്നുണ്ടോ എന്നുള്ളതാണ് ആളുകളും പ്രേക്ഷകരും ഒക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കുടുംബത്തിലേക്ക് വരെ വിമർശനങ്ങൾ. കഴിഞ്ഞ ദിവസം PK ശ്രീമതിക്കും എതിരെ നടത്തിയ വിമർശനത്തിൽ ഹൈക്കോടതിയിൽ നിന്നിറങ്ങി പരസ്യമായ മാപ്പ് പറയേണ്ടുന്ന സാഹചര്യം ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം വീണ്ടും അവരുടെ പൃഥ്വിരാജിൻ്റെ കുടുംബത്തെയും ഫാമിലിയെയും മരുമകളെ നിലയ്ക്ക് നിർത്തണം, അമ്മായിയമ്മ എന്നുള്ള സാഹചര്യങ്ങൾ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് വരെയുള്ള കമന്റുകൾ വരുന്നുണ്ട്. അതേസമയം മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഇത് ഒരു വിഭാഗം, അതായത് ഈ വിമർശനം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ഗുജറാത്ത് കലാപം കൊണ്ടോ അതല്ലെങ്കിൽ സ്വന്തം പാർട്ടിയെ വിമർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്ന ഒരു വിഭാഗം മാത്രമാണോ ലാലിന്റെ ആരാധകർ? അവർ വേദനിച്ചതിലാണോ ലാലിന് ബുദ്ധിമുട്ട് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായുണ്ട്. തീർച്ചയായും ആദ്യയിലേക്ക് വരാൻ റീ എഡിറ്റഡ് ചെയ്തിട്ടുള്ള ചിത്രം ഇന്ന് വൈകിട്ടോടുകൂടി തിയേറ്ററുകളിൽ എത്തുമെന്ന സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നവമി ദിനേശ് കൂടി ചേരുന്നുണ്ട്. നവമി സൂചിപ്പിക്കുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ സിനിമയുമായി ബന്ധപ്പെട്ട അധിക്ഷേപങ്ങൾ ഒരു പക്ഷേ മലയാളികൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്യപ്പെടുമ്പോൾ, സിനിമ നേരത്തെ ചർച്ചയാകുമ്പോൾ ഒന്നും ഉയരാത്ത തരത്തിലേക്കാണ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷമുള്ള സംഭവങ്ങൾ എത്തിയിട്ടുള്ളത്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിലാണ് സിനിമ റീ എഡിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൻ്റെ അണിയറ പ്രവർത്തകരടക്കം, അതിലിപ്പോൾ പൃഥ്വിരാജിൻ്റെ പ്രതികരണമാണ് ഇപ്പോഴും പുറത്തു വരാത്തത്. പൃഥ്വിരാജിൻ്റെ അമ്മയും ഭാര്യയും ഒക്കെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ ആത്യന്തികമായ ഒരു പ്രതികരണം പൃഥ്വിരാജിൽ നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. അത്തരം പ്രതികരണങ്ങൾ കൂടി ഒരു പക്ഷേ ഈ എഡിറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അഭിലാഷ്, എന്തായാലും എമ്പുരാൻ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് സിനിമ ഈ വിവാദങ്ങൾക്കിടയിലും വൻ ഹിറ്റായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുള്ളാണ്. 5 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അവർ മുടക്കിയ മുതൽ തിരിച്ചു കിട്ടി എന്ന് തന്നെ നിസ്സംശയം പറയാൻ കഴിയും. ഇനി എഡിറ്റഡ് വേർഷൻ കാണാനും എന്താണ് ഇതിൽ നിന്നും മാറ്റിയത് എന്ന് കാണുന്നതിന് വേണ്ടി ആളുകൾ വീണ്ടും കയറാനുള്ളൊരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതിലിപ്പോൾ മോഹൻലാലിന്റെ ഒരു ഖേദപ്രകടനം, അത് വലിയ രീതിയിൽ മോഹൻലാലിനെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം മോഹൻലാൽ ഇതിൽ എന്താണ് ഖേദം പ്രകടിപ്പിക്കാത്തത്, അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയായിരുന്നു. ഇതിപ്പോൾ ഖേദം പ്രകടിപ്പിച്ചപ്പോൾ അതിനും മോഹൻലാലിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. സംവിധായകൻ പൃഥ്വിരാജ് ഇതുവരേക്കും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഈ മോഹൻലാലിന്റെ ഖേദപ്രകടനം അത് വീണ്ടും ഷെയർ ചെയ്തു, തന്റെ ഫേസ്ബുക്ക് പേജിലും അത് ഷെയർ ചെയ്തു എന്നതിലപ്പുറത്തേക്ക് പൃഥ്വിരാജിന്റെ ഒരു അഭിപ്രായവും ഇതുവരേക്കും കേട്ടിട്ടില്ല. എന്തായാലും ഈ റീ എഡിറ്റൊക്കെ കഴിഞ്ഞ് ഈ ഒരു വിവാദങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോൾ ചിലപ്പോൾ പൃഥ്വിരാജ് ഉറപ്പായും പ്രതികരണവുമായി രംഗത്തെത്തുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അപ്പോഴും മുരളി ഗോപിയുടെ പ്രതികരണമാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. അദ്ദേഹം ഇപ്പോഴും എന്താണ് അദ്ദേഹത്തിന് ഇതിൽ പറയാനുള്ളതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിൽ റീ എഡിറ്റ് ചെയ്തതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് എന്നാണ് ഒരു വിഭാഗം ആളുകൾ, അദ്ദേഹത്തോട് ചേർത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത്. ഇനി എന്താണ് മുരളി ഗോപിക്ക് പറയാനുള്ളതെന്നും നമുക്ക് കാണേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ തനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനൊന്നുമില്ല, നിങ്ങൾ എന്താണോ പറയുന്നത് വിവാദങ്ങളുമായി മുന്നോട്ട് പോകട്ടെ
അങ്ങനെ തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും എന്താണ് പൃഥ്വിരാജിനും മുരളി ഗോപിക്കും പറയാനുള്ളത് എന്ന് കേൾക്കാനാണ് ആകാംക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നത്. ഒപ്പം ഫെഫ്ക ഉൾപ്പെടെ മോഹൻലാലിനും പൃഥ്വിരാജിനും പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. സിനിമാ മേഖലയിലെ നിരവധി സംവിധായകർ, പ്രൊഡ്യൂസർമാരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. എമ്പുരാൻ സിനിമയ്ക്കൊപ്പം തന്നെയാണ് വിവാദങ്ങൾക്ക് അതിലൊന്നും കീഴടങ്ങരുത്, മോഹൻലാലും പൃഥ്വിരാജും മുന്നോട്ട് തന്നെ പോകണം എന്ന തരത്തിലുള്ള പ്രതികരണമാണ് എല്ലായിടങ്ങളിൽ നിന്നും, സിനിമാ മേഖലയിൽ നിന്നൊക്കെ ഇവർക്ക് പിന്തുണയുമായി ലഭ്യമാക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ വിവാദങ്ങൾക്കൊടുവിൽ ഈ വിവാദങ്ങൾ ഒക്കെ വലിയ രീതിയിൽ വലിയ ഒരു സിനിമയ്ക്ക് തന്നെ ഒരു പ്രതികൂലമായി ബാധിക്കുമോ എന്നൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ എഡിറ്റഡ് എന്നൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇത് ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം എന്നൊരു തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ എത്തിയത്. പക്ഷെ ആ സിനിമയെ സംബന്ധിച്ച് ഒരു രീതിയിലും മാറ്റിയിട്ടില്ല. ഇത് നേരത്തെ പ്രതികരണം തേടിയ പോലെ തന്നെ എന്താണ് ഇതിൽ എഡിറ്റ് ചെയ്ത് കളയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത്ര വിവാദമാകാനുള്ളത് എന്നറിയുന്നതിന് മുൻപ് തന്നെ, ഈ എഡിറ്റഡ് വേർഷൻ എത്തുന്നതിന് മുൻപ് തന്നെ പ്രേക്ഷകർ കാണാൻ എത്തുന്നു എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ച് അത് വലിയൊരു വിജയമായി തന്നെ തുടരുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെയോട് കൂടിയായിരിക്കും സിനിമ തിയേറ്ററിൽ എത്തുന്നത്. ഇതിന്റെ എഡിറ്റിംഗ് വേർഷനൊക്കെ കഴിഞ്ഞു. ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് അതിന്റെ എഡിറ്റിംഗ് പ്രോസസ്സ്, കളറിംഗ്. ഒപ്പം ഇത് 4000-ലധികം തിയേറ്ററുകളിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്. അത് നാല് ഭാഷകളിലും ഇത് ചെയ്യണം. ഒപ്പം ഇതിന്റെ വില്ലന്റെ പേര് ബാബ ബജ്രംഗി എന്നാണ്, അത് മാറ്റേണ്ടതുണ്ട്. അത് മോഹൻലാൽ ഉൾപ്പെടെ ആ കഥാപാത്രത്തിന്റെ പേര്, ആ ഒരു പേര് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്നുകൂടി ഡബ് ചെയ്യണം. അങ്ങനെ സിനിമ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് റീ എഡിറ്റിംഗ് അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ആ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം തന്നെ തിയേറ്ററിലേക്ക് ഉടൻ എത്തിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. പക്ഷെ അതുവരെ പ്രേക്ഷകർക്ക് ആ സിനിമ കാണാനുള്ള ഒരു അവസരമുണ്ട്. എഡിറ്റഡ് വേർഷൻ എത്തുന്നതിന് മുൻപ് അത് കാണുന്നുണ്ട്. ഈ ഒരു വിഷയം എന്താണ്, ഈ സിനിമയിൽ പരാമർശിക്കുന്ന ഗുജറാത്ത് കലാപം എന്ന് അറിയുന്നതിന് വേണ്ടി ആളുകൾ വീണ്ടും സിനിമ കാണുന്നു, ടിക്കറ്റുകൾ ഫുള്ളാകുന്നു എന്നൊരു കാര്യമാണ് ഏറെ പ്രധാനപ്പെട്ടത്. എന്തായാലും എഡിറ്റഡ് ചെയ്തതിന് ശേഷം വീണ്ടും പ്രേക്ഷകർ കാണാൻ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ. സിനിമയെ സംബന്ധിച്ച് അത് വലിയൊരു വിജയമായി അവിടെയാണല്ലോ നവമി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 5 ദിവസത്തിനകം ഒരു മലയാളം സിനിമ 200 കോടിയിലേക്ക് എത്തുക എന്നത് ചെറിയ കാര്യമല്ല. ഒരു പക്ഷേ ബോളിവുഡ് അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകൾക്കൊക്കെയാണ് സാധാരണ നിലയിൽ അത്തരത്തിൽ സാധിക്കാറുള്ളത്. അതല്ല എങ്കിൽ തെലുങ്കിൽ ഇറങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രങ്ങളും അത്തരത്തിലെത്താറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഒരു സിനിമ റിലീസ് ചെയ്യപ്പെടുമ്പോൾ പ്രതീക്ഷിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഒന്നുകിൽ ഇത് ലീക്കാകാം. അങ്ങനെ ലീക്കായാൽ ഒരുപക്ഷെ അതിൻ്റെ പ്രമേയം, അതിൻ്റെ സസ്പെൻസ് എല്ലാം പൊളിയുകയും അങ്ങനെ തിയേറ്ററുകളിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രധാനമായും ഈ റിവ്യൂ ഇടുന്ന, പ്രത്യേകിച്ച് വ്ളോഗർമാർ എന്നൊക്കെ പറയുന്ന സിനിമാ നിരൂപകരായിട്ടുള്ള ആളുകൾ ഉണ്ട്. അവർ നെഗറ്റീവ് പബ്ലിസിറ്റി, അതിൽ ചിലരെങ്കിലുമൊക്കെ പെയ്ഡ് പബ്ലിസിറ്റിയും നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒക്കെ നൽകുന്ന ആളുകളുണ്ട്. ഇതൊക്കെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പൊതുവെ പ്രതീക്ഷിക്കാറെങ്കിൽ അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് ഈ ചിത്രം പോകുന്നു. ദിവസങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഈ എമ്പുരാൻ എന്ന സിനിമ ചർച്ച ചെയ്യുന്നു. മുഖ്യധാര മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ടായി എമ്പുരാൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം പബ്ലിസിറ്റി, അതിനെ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നോ എന്തു വേണമെങ്കിലും വിളിക്കാം, അത് ഗുണകരമാകുന്നു എന്നത് വിലയിരുത്തലാണോ ഈ അണിയറ പ്രവർത്തകർക്ക് ഉണ്ടാകാൻ സാധ്യത? തീർച്ചയായും അഭിലാഷ്, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല. അതും പ്രത്യേകിച്ച് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു വിവാദമാകുന്നു, അല്ലെങ്കിൽ RSSനെ വിമർശിക്കുന്നു എന്നതിന്റെ പേരിൽ ആ സിനിമയുടെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു, അവധിയായിട്ട് പോലും അടിയന്തരമായി സെൻസർ ബോർഡ് യോഗം ചേർന്ന് ഈ സിനിമ കണ്ട് അതിന് അനുമതി നൽകുന്നു എന്ന തരത്തിലൊക്കെ നമുക്ക് അടുത്ത കാലത്തൊന്നും നമ്മൾ കേൾക്കാത്ത ഒരു കാര്യമാണ്. അത് മലയാള സിനിമയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെയാണ് അത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നതും. പക്ഷേ അപ്പോഴും സിനിമ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ഇതൊരു നഷ്ടം എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു വിവാദം നിൽക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ എന്താണ് ഇതിലെ വിവാദം, എന്താണ് ഇതിൽ പറയുന്ന കലാപം, എന്താണ് ഇതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ അത് വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ ഞായറും തിങ്കളും ഒക്കെ അവധിയായിരുന്നു. അതുകൊണ്ട് ഈ തിരക്ക് കൂടി, സിനിമ കാണാനുള്ള ആളുകളുടെ തിരക്ക് കൂടി, അവധി ആയതുകൊണ്ട്
സിനിമ കാണാം. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ എഡിറ്റഡ് വേർഷൻ ആണല്ലോ വരുന്നത്. അതുകൊണ്ട് ആളുകൾ കാണാനുള്ളൊരു ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളത് തന്നെയാണ് അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു വിജയമായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് 5 ദിവസം കൊണ്ട് 200 കോടിയൊക്കെ ഈ സിനിമ കളക്ഷൻ നേടിയതും. നമുക്ക് ഇതിനു മുൻപ് ബാഹുബലിയും KGF-ഉം കാന്താര പോലുള്ള സിനിമകളായിരിക്കും ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമായി, അല്ലെങ്കിൽ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും കോടികൾ നേടിയിട്ടുള്ള സിനിമ. അതിനോടൊപ്പം കിടപിടിക്കുന്ന തരത്തിൽ തന്നെ എമ്പുരാൻ എത്തി. അത് ഒരു തരത്തിൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് ഈ സിനിമ ചിത്രീകരിച്ചത്. അത് പ്രേക്ഷകർക്ക് തന്നെ അറിയാൻ കഴിയും. മലയാള സിനിമ ഇതുവരെയും പരീക്ഷിക്കാത്ത, അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇതുവരെയും മുടക്കിയിട്ടില്ലാത്ത അത്ര വലിയ ബജറ്റ് കൊണ്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചതെന്ന് പൃഥ്വിരാജും മോഹൻലാലും ഇതിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമൊക്കെ ഓരോ അഭിമുഖങ്ങളിലും ഓരോ പ്രമോഷനിലും ഒക്കെ ആവർത്തിച്ച് പറയുന്നതാണ്. നമ്മൾ ആ തരത്തിലാണ് ഈ സിനിമയെ പ്രതീക്ഷിച്ചത്. വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നു. 5 വർഷം എടുത്തു. ഈ ലൂസിഫർ കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഈ സിനിമയെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങിയപ്പോൾ കൂടുതലും ഫാൻസ് ആയിരുന്നു, ഈ മോഹൻലാൽ പൃഥ്വിരാജ് ആരാധകരായിരുന്നു ഈ സിനിമ കണ്ടിറങ്ങിയത്. അവരൊക്കെ മികച്ച അഭിപ്രായം പറയുന്നു. സിനിമ മറ്റൊരു തരത്തിലേക്ക് അഭിമാനമായി തന്നെ നമ്മുടെ കേരളത്തിൽ ഇതുവരെയ്ക്കും അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നും ഉണ്ടാകാത്തൊരു സിനിമയായി തന്നെ ഇതിനെ തുടക്കത്തിൽ പറയുന്നു. പക്ഷെ പിന്നീടുള്ള ഷോകൾ കണ്ടതിന് ശേഷമാണ് ഇതിലൊരു രാഷ്ട്രീയം ആ തരത്തിലേക്ക് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്. RSSനെ വിമർശിക്കുന്നു എന്ന തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ആ സിനിമ RSSനെ മാത്രമല്ല കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്, CPM-നെ വിമർശിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പാർട്ടികളെയും വിമർശിക്കുന്ന തരത്തിലൊരു സിനിമയാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ അത് ഏറ്റെടുത്തത്, അല്ലെങ്കിൽ ആ വിവാദങ്ങളെല്ലാം ഏറെ ബുദ്ധിമുട്ടിച്ചത് RSS പ്രവർത്തകരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായതും പിന്നീട് മോഹൻലാൽ അടക്കമുള്ള അണിയറ പ്രവർത്തകർ ഖേദം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയത്. ഇതിലൊക്കെ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദം, ഈ മോഹൻലാൽ അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഖേദപ്രകടനവും പിന്നീട് ഈ ഒരു സിനിമയിൽ നിന്നും ചില ഭാഗങ്ങൾ വെട്ടിമാറ്റാം എന്നൊരു തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകരെ കൊണ്ടെത്തിച്ചത്. ആ ഒരു സമ്മർദ്ദത്തിന്മേലാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇതിനു മുൻപ് ഷാറൂഖ് ഖാന്റെ ജവാൻ ഇറങ്ങിയപ്പോൾ നേരിട്ട ഒരു വിമർശനം, അല്ലെങ്കിൽ അതിനു മുൻപ് വിജയുടെ സിനിമ ഇറങ്ങിയപ്പോൾ ഉണ്ടായ വിമർശനം, ആ സമയത്തൊക്കെ അവരെ എങ്ങനെയാണോ ആ വിവാദങ്ങളെയൊക്കെ നേരിട്ടത്, അല്ലെങ്കിൽ അതിൽ നിന്നും വിപരീതമായിട്ട് തന്നെയാണ് മോഹൻലാൽ ഈ സിനിമയുടെ വിവാദം വന്നപ്പോൾ പ്രതികരിച്ചത്. ഇത് മോഹൻലാലിന് വലിയ രീതിയിൽ വിമർശനം വീണ്ടും ഉണ്ടായിരുന്നു. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമയെ സംബന്ധിച്ച്, ഈ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ഇത് വലിയൊരു വിജയമാണ്. 200 കോടി കളക്ട് ചെയ്തു എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് അത് നിസ്സാര കാര്യമല്ല. അതും 5 ദിവസം കൊണ്ട്. സിനിമ ഒരു വൻ ഹിറ്റാണെങ്കിൽ പോലും വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷെ സിനിമയെ സംബന്ധിച്ച് അതൊരു വൻ ഹിറ്റാണ്. വരും ദിവസങ്ങളിലുമൊക്കെ പ്രേക്ഷകർ ഈ സിനിമ കാണാൻ കയറും. അത് വീണ്ടും കാണാൻ, എന്താണ് ആദ്യം കണ്ടവർക്ക് വീണ്ടും എന്താണ് ഇതിൽ നിന്ന് മാറ്റം വരുത്തിയതെന്ന് കാണാൻ അറിയുന്നതിന് വേണ്ടിയിട്ടൊരു താല്പര്യമുണ്ടാകും. അങ്ങനെ വീണ്ടും ഈ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് ഉറച്ചു പ്രതീക്ഷിക്കാം. പക്ഷെ ഇതിന്റെ ഒരു വിവാദങ്ങൾ അത് ഇപ്പോഴും തന്നെ അങ്ങനെ ബാക്കി നിൽക്കുന്നുമുണ്ട്. ഇനി അതിൽ പൃഥ്വിരാജിന്റെ പ്രതികരണം വരാനുണ്ട്, മുരളി ഗോപിയുടെ പ്രതികരണം വരാനുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് സിനിമ അവരെ സംബന്ധിച്ച്, ഈ സിനിമ ഇറക്കിയ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് സിനിമ ഒരു ഹിറ്റായി തന്നെ മാറി നിൽക്കുന്നുമുണ്ട്. അഭിലാഷ്, തീർച്ചയായും 200 കോടി ക്ലബിലേക്ക് ഈ വിവാദങ്ങൾക്കിടയിലും എമ്പുരാൻ എത്തുന്നു. പ്രത്യേകിച്ച് മലയാളി ഓഡിയൻസ് എന്നത് അത്രമേൽ ചെറിയ ഒരു വിഭാഗം മാത്രമാണ്. അവിടെയാണ്, അതിനപ്പുറത്തേക്ക് സിനിമ പോകുമ്പോൾ മാത്രമാണ് ഇത്രയും വലിയൊരു തുകയിലേക്ക് എത്താൻ സാധിക്കൂ എന്നത് വസ്തുതയായി നിൽക്കുന്നു. ഇനിയും സിനിമയ്ക്ക് കൂടുതൽ പ്രേക്ഷകരെ ലഭിക്കുമോ എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. അതേസമയം എഡിറ്റ് ചെയ്യുന്ന സിനിമയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നതും വ്യക്തമാകേണ്ടതുണ്ട്.